വെൽക്കം ഓൾ. നമ്മുടെ ഐ+ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേണർ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ നമ്മുടെ 5th പാർട്ടാണ്, അതായത് 41ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫങ്ഷൻസ് ക്വസ്റ്റ്യൻ നമ്പർ 41. ദ ഫങ്ഷൻസ് ഓഫ് മെഷീൻ ടൂൾസ് ആർ. ഈ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് മെഷീൻ ടൂൾസിൻ്റെ ഫങ്ഷൻസ്? അത് ലെയ്ത്ത്, നമ്മുടെ പല പല മെഷീൻസ് ഇല്ലേ, ലെയ്ത്ത്, മില്ലിംഗ് മെഷീന് അല്ലെങ്കിൽ ഷേപ്പർ, ഇതിലെല്ലാത്തിനും നമ്മൾ പറയുന്ന പേര് മെഷീൻ ടൂൾസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ പീസ് ടു ബി മെഷീൻ. അത് നമ്മൾ ഏത് വർക്ക് പീസിനാണ് ആ മെഷീൻ ചെയ്യേണ്ടത്, ആ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അത് ശരിയാണ്, നമുക്ക് അറിയാം. വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ആ മെഷീൻ ടൂൾസിൻ്റെ ഫംഗ്ഷനിൽ പെടുന്നതാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ കട്ടിംഗ് ടൂൾസ്. കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഈ മെഷീൻ ടൂൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ലെയ്ത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ടൂൾ പോസ്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന കട്ടിംഗ് ടൂളിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. ആ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ ടൂളായ ലെയ്ത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. 3, ടു പ്രൊവൈഡ് റിക്വിസിറ്റ് മോഷൻ ടു വർക്ക് പീസ്, ടൂൾ ആൻഡ് ഓർ ബോത്ത്. അതായത് രണ്ടും തമ്മിലുള്ള ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. എന്തെങ്കിലും ടൂളിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ രണ്ടിൻ്റെയും മൂവ്മെൻറ്റ് കൊടുക്കുക. അത് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന മെഷീൻ ടൂളിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഇനി നാലാമത് പറയുന്നത് ടു റെഗുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് ഓഫ് ദ ടൂൾ ആൻഡ് വർക്ക് പീസ്. അതായത് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ്, ടൂളിൻ്റെയും വർക്ക് പീസിൻ്റെയും കട്ടിംഗ് സ്പീഡും അല്ലെങ്കിൽ ഫീഡും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും മെഷീൻ ടൂളിൻ്റെ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ 4 ശരി തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ ഓപ്ഷൻ എയിൽ പറയുന്ന ഒൺലി 2 and 3, 2ഉം 3ഉം മാത്രം ശരി എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഒൺലി 1 and 2, അതായത് 1ഉം 2ഉം മാത്രം ശരി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സിയിൽ ആൾ ഓഫ് ദ എബോവ്, അതായത് 1ഉം 2ഉം 3ഉം 4ഉം ശരി എന്നാണ്. അപ്പം നമുക്കറിയാം ഇത് 4ഉം ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മെഷീൻ ടൂൾസിന് ഫംഗ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 42ലേക്ക് പോകാം. എ സെൻട്രൽ ലെയ്ത്ത് ഈ സ്പെസിഫൈഡ് ബൈ. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ ലെയ്ത്ത് സ്പെസിഫൈ ചെയ്യുന്ന ഈ പറയുന്ന ഏത് കാര്യങ്ങൾ വെച്ചിട്ടാണെന്നാണ് ചോദ്യം. ഒന്ന്, വിഡ്ത്ത് ഓഫ് ദ ബെഡ്, അതായത് ബെഡിൻ്റെ വിഡ്ത്ത്, അതായത് ബെഡിന് എന്തുമാത്രം വീതി ഉണ്ടെന്നുള്ളത്. അതായത് രണ്ടാമത്തെ ഫേസ് പ്ലേറ്റ് ഡയമീറ്റർ, അതിനകത്ത് ഫേസ് പ്ലേറ്റിൻ്റെ ഡയമീറ്റർ അനുസരിച്ച്. 3, മോസ്റ്റ് ടേപ്പർ ഓഫ് സെൻറ്റർ, അപ്പോൾ സെൻറ്ററിൻ്റെ മോസ്റ്റ് ടേപ്പർ എത്രയെന്നനുസരിച്ച് സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത്, അതും കറക്റ്റാണ്. നാലാമത്തത് മാക്സിമം സ്വിങ് ഓവർ ദ ബെഡ്, ബെഡിൽ നിന്നുകൊണ്ട് ഇതിനെ എന്തുമാത്രം സ്വിങ് ചെയ്യാം അല്ലെങ്കിൽ കറങ്ങി വരാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന 4 കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്ക് സെൻട്രൽ ലെയ്ത്തിനെ സ്പെസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ സെൻട്രൽ ലെയ്ത്തിനെ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ 4. അത് വിഡ്ത്ത് ഓഫ് ദ ബെഡ് ആയാലും, ഫേസ് പ്ലേറ്റിൻ്റെ ഡയമീറ്റർ ആയാലും, സെൻറ്ററിൻ്റെ മോസ്റ്റ് ടേപ്പർ ആണെങ്കിലും, പിന്നെ എന്തുമാത്രം ബെഡിന് സ്വിങ്ങിങ് നടത്താൻ പറ്റും എന്നുള്ളത്, മാക്സിമം സ്വിങ് ഓവർ ദ ബെഡ് ആണെങ്കിലും. ഓക്കെ, ഇതെല്ലാം ഒരു സെൻട്രൽ ലെയ്ത്തിനെ സ്പെസിഫൈ ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അത് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഒൺലി 3 and 4 കറക്റ്റ് എന്നാണ്. അപ്പോൾ ഇതും മാത്രം കറക്റ്റ് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി ആൾ ഓഫ് ദ എബോവ്, 1, 2, 3 and 4 എല്ലാം കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ഓൾ ഓഫ് ദ എബോവ്. അടുത്തതായി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 43ലേക്ക് പോകാം. The lathe bedways are mostly made of closed grained grey cast iron. Its advantage, അപ്പോൾ ലെയ്ത്തിൻ്റെ ബെഡ് സാധാരണ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലോസ്ഡ് ഗ്രെയിൻഡ് ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്നാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് വൈബ്രേഷൻ. അപ്പോൾ നമുക്കറിയാം, ഇത് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് ഗ്രെയിൻഡ് ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഇനി കാർബൺ ഈസ് ഇൻ ഇറ്റ് ഫ്രീ സ്റ്റേറ്റ് വിച്ച് ഹാസ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ്. അത് കാർബൺ അതിലൊരു ഫ്രീ സ്റ്റേറ്റിലുള്ളത് കൊണ്ട് അത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി തന്നെ ഉണ്ട്. അത് കറക്റ്റ് കാര്യമാണ്. അതുകൊണ്ട് അതൊരു കാർബൺ ഫ്രീ സ്റ്റേറ്റിലുണ്ടെങ്കിൽ അവിടെ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവും, നമ്മുടെ ഈ ഗ്രാഫൈറ്റിലൊക്കെ ഉള്ള പോലെ. ഇനി ഓപ്ഷൻ 3 എന്ന് പറഞ്ഞാൽ ക്യാൻ വിസ്റ്റാൻഡ് മോർ കംപ്രസീവ് ലോഡ്. അത് നമുക്കറിയാം, ഇപ്പോൾ കാസ്റ്റ് അയണിനെ സംബന്ധിച്ചുള്ള കംപ്രസീവ് ലോഡ് വിസ്റ്റാൻഡുള്ള കപ്പാസിറ്റിയാണ് കൂടുതലാണ്. ഇനി നാലാമത്തത് ഇറ്റ് ഈസ് മാലിയബിൾ. അത് കാസ്റ്റ് അയണിനെ സംബന്ധിച്ചിടത്തോളം മാലിയബിലിറ്റി എന്ന് പറയുന്നത് ഉള്ള കാര്യമല്ല. അതായത് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്രിട്ടിലാണ്. ഏത് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആണെങ്കിലും അത് മോസ്റ്റ്ലി കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്. അപ്പോൾ മാലിയബിൾ അല്ല കാസ്റ്റ് അയൺ. അപ്പോൾ ഈ നാലാമത് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. അപ്പം നമുക്ക് വേണ്ടുന്നത് ഈ ആദ്യത്തെ 3 ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ. ഓപ്ഷൻ എയിൽ പറയുന്ന ഒൺലി 1 and 2, 1ഉം 2ഉം ആണ് ശരി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്ന 1, 2, 3 ശരിയാണെന്നാണ്. ഓക്കെ, 1, 2, 3 ശരിയാണെന്നാണ്. അതാണ് കറക്റ്റ്.
ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റസ്റ്റ് വൈബ്രേഷൻ ശരിയാണ്. കാർബൺ ഈസ് ഇൻ ഫ്രീ സ്റ്റേറ്റ് വിച്ച് ഹാസ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി, അത് ശരിയാണ്. മൂന്നാമത് പറയുന്നത് ക്യാൻ വിസ്റ്റാൻഡ് മോർ കംപ്രസീവ്, ഇത് 3 ശരിയാണ്, ഇത് തെറ്റാണ്. അവസാനം എഴുതിയ 4 തെറ്റാണ്. അപ്പം നമ്മൾ 1, 2, 3 ശരിയെന്ന് പറയുന്ന നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഒൺലി 1, 2 ആൻഡ് 3 ആർ കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഒൺലി 1, 2 ആൻഡ് 3. അതിനർത്ഥം 4 കറക്റ്റ് അല്ല. അതായത് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാലിയബിൾ മെറ്റീരിയൽ അല്ല, ഇറ്റ് ഈസ് ബ്രിട്ടിൽ മെറ്റീരിയലാണ് കാസ്റ്റ് അയൺ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക, അറിയാം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 44, വിച്ച് വൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ലെയ്ത്ത് ടെയിൽ സ്റ്റോക്ക്. അതായത് ടെയിൽ സ്റ്റോക്ക്, ലെയ്ത്തിലെ ടെയിൽ സ്റ്റോക്കിൻ്റെ പാർട്ട് അല്ലാത്തത് ഈ താഴെ പറയുന്ന ഏത് പാർട്ടാണ് ടെയിൽ സ്റ്റോക്കിൻ്റെ പാർട്ട് അല്ലാതായിട്ടുള്ളതെന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ പറയുന്നത് ഒരു ക്ലാമ്പിംഗ് യൂണിറ്റ് ലെയ്ത്തിൻ്റെ ടെയിൽ സ്റ്റോക്കിൻ്റെ പാർട്ടാണ്. പിന്നെ സെറ്റ് ഓവർ സ്ക്രൂ, അതായത് നമ്മൾ ഈ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡിന് നമ്മൾ ഈ സ്ക്രൂവിനെ ലൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെറ്റ് ഓവർ നടത്തുന്നത്. സി, ഓപ്പറേറ്റിംഗ് സ്ക്രൂ റോഡ്, അതായത് ഇതിൻ്റെ ഒരു സ്ക്രൂ റോഡ് ഇതിനകത്തുണ്ട്, ആ റോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. പിന്നെ ഓപ്ഷൻ ഡി, പിവോട്ട് ഹിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ടെയിൽ സ്റ്റോക്കിൻ്റെ ഒരു പാർട്ടല്ല. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ ഡി, പിവോട്ട് ഹിഞ്ച് എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്കിൻ്റെ പാർട്ടല്ല. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 45, ദ ക്രോസ് ലൈഡ് ഓഫ് എ ലെയ്ത്ത് ഈസ് അസംബിൾഡ് ടു ദ സാഡിൽ വിത്ത് ഹെൽപ്പ്. അപ്പോൾ നമുക്കറിയാം ക്യാരിയേജിൻ്റെ മേലിൽ ക്രോസ് ലൈഡ്, അതിൻ്റെ മേലിൽ സാഡിൽ, പിന്നെ ടൂൾ പോസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ക്രോസ് ലൈഡിൽ നമ്മൾ സാഡിലിനെ അസംബിൾ ചെയ്തേക്കുന്നത് ഈ താഴെ പറയുന്ന ഏത് കൊണ്ടാണെന്നാണ്. ഒന്ന്, ഓപ്ഷൻ എ പറയുന്നത് ക്ലെവിസ് പിൻസ് ആൻഡ് കോട്ടർ പിൻസ് അല്ല, റിട്ടൈനിങ് റിങ്സ് അല്ല, ടാപ്പേഡ് ജിബാണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കുക, ക്രോസ് ലൈഡ് ഓഫ് എ ലെയ്ത്ത് ഈസ് അസംബിൾഡ് ടു ദ സാഡിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടാപ്പേഡ് ജിബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലെയ്ത്തിൻ്റെ ക്രോസ് ലൈഡിനെ സാഡിലോട്ട് അസംബിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ടാപ്പേഡ് ജിബാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46, തംബ്ലർ ഗിയർ മെക്കാനിസം ഇൻ ലെയ്ത്ത് ഈസ് യൂസ്ഡ് ഫോർ. അപ്പോൾ നമുക്കറിയാം തംബ്ലർ ഗിയർ മെക്കാനിസം ലെയ്ത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഡ് സ്ക്രൂവിൻ്റെ അല്ലെങ്കിൽ ഫീഡ് ഷാഫ്റ്റിൻ്റെയൊക്കെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്, ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് മെയിൻ സ്പിൻഡിലിൻ്റെ ഡയറക്ഷൻ മോഷൻ മാറ്റാനാണോ? അല്ല. ഓപ്ഷൻ ബി, ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ലീഡ് സ്ക്രൂ ആൻഡ് ഫീഡ് ഷാഫ്റ്റ്, അതാണ് നമ്മുടെ ആൻസർ. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിയാൽ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ബാക്ക് ഗിയർ യൂണിറ്റ്, അതല്ല. ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ബുൾ ഗിയർ, അതുമല്ല. അതായത് നമ്മൾ ലീഡ് സ്ക്രൂവിൻ്റെയും ഫീഡ് ഷാഫ്റ്റിൻ്റെയും ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ലെയ്ത്തിനകത്ത് തംബ്ലർ ഗിയർ മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ലീഡ് സ്ക്രൂ ആൻഡ് ഫീഡ് ഷാഫ്റ്റ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 47, ഫിഗർ ഷോസ് വിച്ച് ലെയ്ത്ത് അസസറി. ഏതോ ഒരു ലെയ്ത്ത് അസസറിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്, അത് ഏത് ലെയ്ത്ത് അസസറി എന്നാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് ഒരു ക്യാച്ച് പ്ലേറ്റ് ആണ്. ക്യാച്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിനകത്ത് നമ്മൾ ഇതിനകത്തൊരു വാഷ് പീസിനെ വെച്ചിട്ട് ഇവിടെ ഒരു ക്ലാമ്പ് പോലെയൊക്കെയുള്ള സംഭവം ചെയ്തത് ക്യാച്ച് പ്ലേറ്റ് ആണ്. ക്യാച്ച് പ്ലേറ്റ്, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, ക്യാച്ച് പ്ലേറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ ബി ആണ് ക്യാച്ച് പ്ലേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 48, ദർ ഇസ് നോ ലോസ് ഓഫ് ആക്യുറസി ആസ് ദ ചക്ക് ഗെറ്റ്സ് ഓൺ ഔട്ട്. വിച്ച് ചക്ക്? അതായത് നമ്മൾ ഏതോ ഒരു ചക്കിൽ അതിൻ്റെ ചക്ക് എന്താണ് തേഞ്ഞു പോയാലും അതിന് ആക്യുറസിയെ ബാധിക്കത്തില്ല. അത് ഈ താഴെ പറയുന്ന ഏത് ചക്കെന്നുള്ളതാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫോർജാ ചെക്കാണോ, ഓപ്ഷൻ ബി ഹൈഡ്രോളിക് ചെക്കാണോ, ഓപ്ഷൻ സി കോളറ്റ് ചെക്കാണോ, ഓപ്ഷൻ ഡി ത്രീജാ ചെക്കാണോ? അപ്പോൾ മനസ്സിലാക്കുക, ഫോർജാ ചെക്കാണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പം ഒരു ലെയ്ത്തിൻ്റെ ചക്ക് വോൺ ഔട്ടായി, അതായത് തേഞ്ഞു പോയാലും ആക്യുറസിക്ക് കുഴപ്പം വരാതിരിക്കുന്ന കണ്ടീഷനിലുള്ള ഒരു ചെക്കെന്ന് പറയുന്നത് ഫോർജാ ചെക്കാണ്. ഒരിക്കലും അതിൽ ഈ പറയുന്ന നമ്മുടെ ചക്കിനകത്ത് ചെറിയ ഉയർ ആൻഡ് ടിയറോ അല്ലെങ്കിൽ വോൺ ഔട്ടൊക്കെ ആയിപ്പോയാലും അതിൻ്റെ ആക്യുറസിക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ചെക്ക് എന്ന് പറയുന്നത് ഫോർജാ ചെക്കാണ്. അത് മനസ്സിലാക്കുക, ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 49, ഇൻ എ കോട്ടഡ് കാർബൈഡ് കട്ടിംഗ് ടൂൾ എ തിൻ ലെയർ ഓഫ് വിച്ച് മെറ്റൽ ഈസ് കോട്ടഡ് ഓൺ ഇറ്റ് സർഫസ്. അതായത് ഒരു കോട്ടഡ് കാർബൈഡ് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളിനകത്ത് നമ്മൾ ഏതോ ഒരു മെറ്റലിൻ്റെ ഒരു തിൻ ലെയർ നമ്മൾ കോട്ട് ചെയ്തേക്കും. അത് ഏത് മെറ്റൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൊബാൾട്ട്, ഓപ്ഷൻ ബി ടങ്സ്റ്റൻ ആണ് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ സി ക്രോമിയം, ഓപ്ഷൻ ഡി ടൈറ്റാനിയം കാർബൈഡ്. അപ്പോൾ ഈ പറയുന്ന കോട്ടഡ് കാർബൈഡിനകത്ത് ആ പേര് കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു തിൻ ലെയർ ഓഫ് ടൈറ്റാനിയം കാർബൈഡിനെ നമ്മൾ കോട്ട് ചെയ്യും. ഓക്കെ,
കോട്ടഡ് കാർബൈഡ് വെട്ടിംഗ് ടൂളിനകത്ത് ഒരു തിൻ ലെയർ ഓഫ് ടൈറ്റാനിയം കാർബൈഡിനെ നമ്മൾ കോട്ട് ചെയ്യും. അത് ഓർത്ത് വയ്ക്കണം, മറന്നു പോകരുത്. അത് പേര് വെച്ചുകൊണ്ട് നമുക്ക് കോട്ടഡ് കാർബൈഡ് ഇവിടെയും ടൈറ്റാനിയം കാർബൈഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ ഓർമ്മിച്ച് വയ്ക്കാൻ വലിയ പ്രയാസം വരത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ടൈറ്റാനിയം കാർബൈഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. ഇത് ഡെസിഗ്നേഷൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു എസ് ഉണ്ട്, ഒരു പി ഉണ്ട്. നോക്കിയത് ഡെസ്റ്റിനേഷൻ ഓഫ് കാർബൈഡ് ഇൻസെർട്ട്സ് ആർ ഗിവൺ ബിലോ യു ഇൻഡിക്കേറ്റ്സ്. അപ്പം ഒരു കാർബൈഡ് ഇൻസെർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ടൂളിൻ്റെ ഡെസ്റ്റിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ എസ് ഉണ്ട്, പി ഉണ്ട്, യു ഉണ്ട്, എൻ ഉണ്ട്, പിന്നെ 12 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, 3 ഉണ്ട്, 8 ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഈ മൂന്നാമത് കാണിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ടോളറൻസ് ക്ലാസ് ആണ്, ടോളറൻസ് ക്ലാസ്. ഓക്കെ, ഇതിൽ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ബേസിക് ഷേപ്പ് ഉണ്ട്, ഓപ്ഷൻ ബി ക്ലിയറൻസ് ആംഗിൾ ഉണ്ട്, ഓപ്ഷൻ സി ടോളറൻസ് ക്ലാസ് ഉണ്ട്, ഓപ്ഷൻ ഡി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ മൂന്നാമത് വരുന്നത് പറഞ്ഞാൽ എൻ്റെ ടോളറൻസ് ക്ലാസ് ആണ്, ടോളറൻസ് ക്ലാസ്. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ടോളറൻസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.